പുതിയൊരു ലോൺ ആപ്ലിക്കേഷനാണ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മെയിൻലി ആപ്ലിക്കേഷൻ ഒരു ലോൺ ആപ്ലിക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല. ക്രെഡിറ്റ് കാർഡ് ബിൽസൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് വരുന്ന ചെക്ക് എന്ന ആപ്ലിക്കേഷനാണ്. ക്രെഡിറ്റ് കാർഡ് ബിൽസിന് നമുക്ക് 1% കോയിൻസ് ചെക്ക് ചിപ്സ് ആയിട്ട് നമുക്ക് തരുന്നുണ്ട് ഈ ആപ്ലിക്കേഷൻ. പേഴ്സണൽ ലോൺ നമുക്ക് 2 ഓപ്ഷൻസാണ് ഇവിടെ ഉള്ളത്. സാധാരണ പേഴ്സണൽ ലോൺ, അതുപോലെ തന്നെ ലോൺ അഗെയിൻസ്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന ഓപ്ഷനാണ് വരുന്നത്. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ 45% ഓഫ് നമുക്കിപ്പോൾ വരുന്നുണ്ട് പ്രോസസ്സിംഗ് ഫീസിൽ. 18% തൊട്ടാണ് നമുക്ക് ഇൻട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ പേപ്പർ വർക്ക്സ് ഒന്നും വരുന്നില്ല. 0 ഫോർക്ലോഷർ ചാർജും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 8,000 രൂപ തൊട്ട് 5 ലക്ഷം രൂപ വരെയാണ് നമുക്ക് ഇതിൽ ലോണായിട്ട് കിട്ടുന്നത്. നമുക്ക് വിഡ്രോ ഓപ്ഷൻ ടൈപ്പ് ചെയ്ത് നോക്കാം. വിഡ്രോ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് വരുന്നത് സാലറീഡ് ആണോ സെൽഫ് എംപ്ലോയിഡ് ആണോ എന്നുള്ള കേസാണ്. സാലറീഡ് ആൾക്കാർക്ക് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലോൺ കിട്ടുന്നത്. ഞാൻ കറൻ്റ് ഒരു സെൽഫ് എംപ്ലോയിഡ് ആണ്. നമുക്ക് എന്നാലും സാലറീഡ് എന്ന് വെച്ച് തുടങ്ങി നോക്കാം. അപ്പോൾ മിനിമം 25,000 രൂപയാണ് ഇവിടെ വേണ്ടതെന്ന് പറയുന്നത്. നമുക്കിവിടെ 30,000 ടൈപ്പ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് പ്രൊസീഡ് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് ലൊക്കേഷൻ, അതുപോലെ തന്നെ ക്യാമറ പെർമിഷൻ, മൈക്ക് ഓൺ ആക്കാനായിട്ട് പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ നമ്മുടെ ഓഫീസ് അഡ്രസ്സാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓഫീസ് അഡ്രസ്സ് നമുക്കിപ്പോൾ കറൻ്റ് ഓഫീസ് നമ്മുടെ വീട്ടഡ്രസ്സിനെ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും അഡ്രസ്സൊക്കെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വല്ല അഡ്രസ്സ്, ഓഫീസ് അഡ്രസ്സ് വരുന്നുണ്ടെങ്കിൽ അതായാലും കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സേവ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫൈബിൻ്റെ ഭാഗത്ത് നിന്ന് മെയിൽ, അതുപോലെ തന്നെ അവിടെ അപ്രൂവേഷൻ്റെ കേസും കൂടി വന്നിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് ആ മെയിലാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ എനിക്ക് അപ്രൂവ് ആയിട്ടുള്ള എമൗണ്ട് 55,000 രൂപയാണ്. 9 മാസത്തെ ടെന്യൂറാണ് എനിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാൻ കാർഡ്, ആധാർ കാർഡ്, അതുപോലെ തന്നെ ഓട്ടോ ഡെബിറ്റ് നമ്മൾ സെറ്റ് ചെയ്യണം. അതുപോലെ എത്ര രൂപയാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് നമ്മൾ പറയണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ മെയിൽ കാണിക്കാനായിട്ടുള്ള കാരണം, ഞാൻ ഓൾറെഡി മുമ്പ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടി ഞാൻ സിബിലിലേക്ക് എൻക്വയറി കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് മുമ്പത്തെ മെയിലാണത്, മുമ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ എനിക്ക് അപ്രൂവ് ആയിട്ട് വന്നത് 55,000 രൂപയായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലോൺ എടുക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് എന്ന ആപ്ലിക്കേഷൻ കൂടുതൽ യൂസ് ചെയ്ത് നോക്കി നോക്കുക. അതേപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ബിൽസൊക്കെ അവിടെ പേയ്മെൻറ്റ് ചെയ്ത് നോക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രീ അപ്രൂവ്ഡ് ആയിട്ട് ഇങ്ങനത്തെ ഒരു എമൗണ്ട് അപ്രൂവ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ആ ആപ്ലിക്കേഷൻ കൂടുതൽ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിക്കോ. ഫൈബാണ് നമുക്ക് ഈ ലോൺ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അവരുടെ മെയിലാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.